നമസ്കാരം. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന തോട്ടുമം ചാലക്കൽ റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് കാര്യാലയത്തിന് മുമ്പിൽ മുസ്ലിം ലീഗ് നടത്തിയ പ്രതിഷേധ സംഗമം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. 12 വർഷമായി പല കാരണങ്ങളാൽ ഈ റോഡ് മുഴുവനായി ടാറിംഗ് നടത്താത്തതാണ് ഓരോ മഴയ്ക്കും പൊട്ടിപ്പൊളിയാൻ കാരണമെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി. കീഴ്മാട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ പ്രസിഡന്റ് മുജീബ് കുട്ടമശ്ശേരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വി എം നാസർ, ട്രഷറർ കെ പി അബ്ദുൽ ഖാദർ, മണ്ഡലം പ്രസിഡന്റ് എം കെ ലത്തീഫ്, സെക്രട്ടറി പി കെ ജബ്ബാർ, ട്രഷറർ പി എ മെഹബൂബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സാഹിദ അബ്ദുൽ സലാം നന്ദിയും പറഞ്ഞു. പൊതുമരാമത്ത് മന്ത്രിക്കുള്ള നിവേദനത്തിന്റെ പകർപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബഷീറിന് നൽകി. മഴ മാറിയാൽ ഉടൻ റോഡ് മുഴുവനായി ടാർ വിരിക്കുമെന്നും അതിനുള്ള ഫണ്ട് പാസ്സായി കിടക്കുന്നുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി. റോഡ് അപകടങ്ങളിൽ ഇവിടെ ജീവൻ നഷ്ടമായവരുടെ ആശ്രിതർക്ക് സർക്കാർ ജോലിയും നഷ്ടപരിഹാരവും നൽകുക, ചികിത്സയിൽ കഴിയുന്നവർക്ക് പൂർണ്ണമായും ചികിത്സാ സഹായം നൽകുക, മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുക, ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള ശീതസമരം തീർക്കാൻ സർക്കാർ ഇടപെടണമെന്നും തുടങ്ങി ആവശ്യങ്ങൾ മുസ്ലിം ലീഗ് ഉന്നയിച്ചു. പി കെ മൂസ, താഹ, പി എ താഹിർ, ഇ എം ഇസ്മായിൽ, ബാസിദ് പുറയാർ, ഷൗക്കത്ത് അലി, സി കെ അമീർ തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. PWDയിൽ ഇത് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള തുക കെട്ടിവെക്കാൻ വാട്ടർ അതോറിറ്റി ബാധ്യസ്ഥരാണ്. അങ്ങനെ തുക വാട്ടർ അതോറിറ്റി കെട്ടിവെച്ചിട്ട് PWD അത് കുഴിക്കാനുള്ള പെർമിഷൻ കൊടുക്കുകയുള്ളൂ. അങ്ങനെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പൈസ നേരത്തെ കിട്ടിയിട്ടുണ്ട്. ആ പൈസ വേറെ വഴിക്ക് ചെലവായി പോയതുകൊണ്ടാണ് ഈ റോഡുകൾ റീചാർജ് ചെയ്ത് ഉപയോഗയോഗ്യമാക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസയില്ല എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. എല്ലാവർക്കും അറിയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം പഞ്ചായത്തുകളുടെ മുമ്പിലൊക്കെ നമ്മൾ സമരത്തിന് പോവുകയുണ്ടായി, സമരം നടത്തുകയുണ്ടായി. പഞ്ചായത്തിന് വീതം പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല. പഞ്ചായത്തുകളുടെ പണമെടുത്തുകൊണ്ട് സർക്കാർ ചെലവാക്കുന്ന ഒരു ദുരവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പൊ അത്തരമൊരവസ്ഥയിൽ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന റോഡുകൾ ഇങ്ങനെ ശോചനീയമായി ഇടാൻ നമ്മൾ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ധർണ സമരം. നിങ്ങൾ രാഷ്ട്രീയം കളിച്ചത്, പക്ഷേ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ, നികുതി തരുന്ന ജനങ്ങൾ, സർക്കാർ കണ്ണു തുറക്കുക. മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് സിന്ദാബാദ്. ഈ പ്രതിഷേധ സംഗമത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് കീഴ്മാട് പഞ്ചായത്ത്. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്. മഴക്കാലമാണ്. മഴയ്ക്കൊപ്പം രോഗങ്ങളും വന്നു തുടങ്ങിയല്ലേ. മെഡിക്കൽ ടെസ്റ്റിന് ഇനി പോക്കറ്റ് കാലിയാകും എന്ന പേടിയെ വേണ്ട. മെഡിടെക് ഡയഗ്നോസ്റ്റിക് സെന്റർ